ഹലോ എവ്രി വൺ. നിങ്ങളുടെ കയ്യിലൊരു ഡിഗ്രി ഉണ്ടോ? അതായത് ഡിഗ്രി ഫിനിഷ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇപ്പോൾ ഡിഗ്രിയുടെ ഫൈനൽ ഇയറിൽ എത്തി നിൽക്കുന്നതോ ആയിട്ടുള്ള ഒരാളാണോ നിങ്ങൾ? ഇനി നിങ്ങളുടെ മുമ്പിലേക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ? എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഡിഗ്രി കൊണ്ട് തന്നെ, അതായത് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കോഴ്സ് എടുക്കാതെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഒന്നും തന്നെ ഇല്ലാതെ ഉയർന്ന ശമ്പളമുള്ള ഒരുപാട് അലവൻസുകളുള്ള നല്ല ജോബ് സെക്യൂരിറ്റിയിലുള്ള കുറച്ച് ജോലികളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഡിഗ്രി കഴിഞ്ഞവർക്കോ അല്ലെങ്കിൽ ഡിഗ്രിയുടെ ഫൈനൽ ഇയറിൽ നിൽക്കുന്നവർക്കോ ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഡിഗ്രി സ്റ്റുഡൻസ്, അതായത് കൂടുതലും ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കുറച്ചൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ പ്ലേ ബാക്ക് സ്പീഡ് കൂട്ടിയിട്ട് കണ്ടോളൂ, അല്ലെങ്കിൽ കുറച്ച് ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ. പക്ഷേ നിങ്ങളിപ്പോൾ ജസ്റ്റ് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും, ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും, ഈ വീഡിയോ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി വേണ്ട എല്ലാ ഐഡിയയും ഈ വീഡിയോയിൽ നിന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. സോ എനിക്ക് നിങ്ങളോട് ആദ്യം ചോദിക്കാനുള്ളത്, നിങ്ങൾ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഫ്രണ്ട്സുമായിട്ടുള്ള ഡിസ്കഷനിലൊക്കെ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുക അല്ലേ, ഇനി ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നല്ലൊരു ജോലി വേണം, ലൈഫ് ഒന്ന് സെറ്റിൽ ആവണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ സ്റ്റിൽ ആ ഒരു ഡ്രീമിങ് ഫേസിലാണോ? ഡിഗ്രി ഒക്കെ ഏകദേശം കഴിയാനായി അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞു, അപ്പോൾ ഇനി നമുക്ക് ഡ്രീം സ്റ്റേറ്റിൽ നിന്നും നമുക്ക് ആക്ച്വലി ആക്ഷൻ എടുക്കാനുള്ള ആക്റ്റീവ് സ്റ്റേറ്റിലേക്ക് പോകേണ്ട സമയമായി. സോ ഇതാണ് നിങ്ങളുടെ റൈറ്റ് ടൈം എന്ന് പറയുന്നത്. സോ ഇപ്പോൾ നിങ്ങൾ എടുക്കാൻ പോകുന്ന ഈ ഒരു ഡിസിഷൻ നിങ്ങളുടെ ലൈഫിൻ്റെ ടേൺ തന്നെ മാറ്റും എന്നുള്ളൊരു കാര്യത്തിൽ ഉറപ്പാണ്. സോ നല്ലൊരു ജോലി, നല്ല റെസ്പെക്റ്റ് കിട്ടുന്ന, നല്ല ശമ്പളം കിട്ടുന്ന, ലൈഫ് സെറ്റിലാക്കാൻ പറ്റുന്ന സെക്യൂർ ആയിട്ടുള്ളൊരു ജോലിനെ പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് അതിനുള്ള റൈറ്റ് ടൈമാണ്. കാരണം ഇപ്പോൾ ഒരുപാട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന സമയമാണ്. ഓക്കെ, അപ്പോൾ അതിനെ പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. സോ എനിക്ക് നിങ്ങളോട് പേഴ്സണലി പറയാനുള്ള കാര്യം, ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ജോലികളൊക്കെ എല്ലാവരുടെയും ആഗ്രഹമാണ്, എല്ലാവർക്കും വേണ്ടത് ഇതൊക്കെ തന്നെയാണ്. എന്നാൽ ഇതിന് വേണ്ടി ആക്ച്വലി വർക്ക് ചെയ്യുന്ന, അതായത് ഒരു ഡിസിഷൻ എടുക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്, അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നവർ വീണ്ടും കുറവാണ്. സോ നിങ്ങൾ ചെയ്യേണ്ടത് എത്ര മാത്രം ഈ ഒരു ഡിസിഷൻ എടുക്കുക, അതിനുശേഷം ഈ ഒരു ട്രാക്കിൽ തന്നെ സീരിയസ് ആയിട്ട് നിങ്ങൾ കുറച്ച് നാൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ ബാക്കിയുള്ള മൊത്തം ലൈഫ് സെറ്റിൽഡ് ആകും. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇത് ഇൻ്റലിജൻസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര IQ ഉണ്ട്, നിങ്ങൾ ക്ലാസ് ടോപ്പർ ആണോ, യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് റാങ്ക് ഉണ്ടോ, അതൊന്നുമല്ല ബേസിക്കലി ഇത്തരത്തിലുള്ള ഒരു ജോലി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന കാര്യം. ബേസിക്കലി നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ക്ലാരിറ്റിയും നിങ്ങളുടെ കൺസിസ്റ്റൻസിയും മാത്രമാണ്. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സോ ബിഫോർ ദാറ്റ് ഞാൻ ഈ പറയാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസും കൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് കിട്ടുന്നത് എന്ന് ചെറുതായിട്ട് ഒരു ചെറിയ ഓവർവ്യൂ നമുക്ക് നോക്കാം. സെൻട്രൽ ഗവൺമെൻറ് ജോബ്സിൻ്റെ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി അതിൻ്റെ ജോബ് സെക്യൂരിറ്റി തന്നെയാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഒത്തിരി ആൾക്കാർ പ്രൈവറ്റ് സെക്ടറിലേക്കൊക്കെ ജോലിക്ക് പോകുന്നുണ്ട്. അവിടെ നമുക്ക് പ്രൊമോഷൻസ് ലഭിക്കും, ചിലപ്പോൾ റേറ്റിംഗ്സ് ലഭിക്കും, റിവ്യൂസ് ഉണ്ടാകും, പിന്നെ അതിനുശേഷം നിങ്ങളുടെ റേറ്റിംഗിനനുസരിച്ചിട്ടുള്ള എക്സ്ട്രാ ആയിട്ടുള്ള അലവൻസുകളൊക്കെ ലഭിക്കും. പക്ഷെ അവിടെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് കൂടും. കോൺസ്റ്റൻ്റ്ലി യു ഹാവ് ടു പ്രൂവ് യുവർ സെൽഫ്, അതായത് നിങ്ങളുടെ പിയേഴ്സിനേക്കാളും നിങ്ങൾ എന്തുകൊണ്ട് ബെറ്റർ ആകുന്നു എന്ന് നിങ്ങൾക്ക് കോൺസ്റ്റൻ്റ്ലി പ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ഡെഫിനറ്റ്ലി അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ഹെൽത്തിനെയും ഒക്കെ ബാധിക്കും. സോ ഇത് പ്രൈവറ്റ് സെക്ടറിൽ മൊത്തത്തിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇവിടെയാണ് നമുക്കൊരു ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്ടർ കടന്നു വരുന്നത്. പ്രൈവറ്റ് സെക്ടർ ജോബ്സിലൊക്കെ എപ്പോൾ നമ്മുടെ ജോലി തെറിക്കും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, മാസീവ് ആയിട്ടുള്ള ലേ ഓഫ്സ് ഒക്കെ നടക്കുന്ന സമയത്ത് നിങ്ങൾ അത്രയും മോശമായിട്ടുള്ള ഒരാളാണെങ്കിൽ, അതായത് നിങ്ങൾ അത്രയും ക്രിമിനൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്താലോ അല്ലെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു ലെവലിലുള്ള ഒരാളാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ജോലിയിൽ നിന്ന് പോകേണ്ടി വരുള്ളൂ. സോ അല്ലാതെ ഒരുവിധം കാര്യങ്ങളെല്ലാം തന്നെ, അതായത് നോർമലായിട്ട് വരുന്ന എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ കവേർഡ് ആയിട്ട് തന്നെ പോയിക്കോളും. സോ അത്രയും മോശമായിട്ടുള്ള ഒരാൾക്ക് മാത്രമാണ് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും ജോലി വിട്ടു പോകേണ്ടതായിട്ട് വരുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു അത്യാവശ്യം കെയർ ഫ്രീ ആയിട്ടുള്ള ഒരു സ്മൂത്ത് ആയിട്ടുള്ള ലൈഫാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള റൈറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ ഡെഫിനറ്റ്ലി നിങ്ങൾക്കറിയാം സാലറിയും അലോവൻസുകളും അല്ലേ. സോ സാലറി ഡെഫിനറ്റ്ലി കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സാലറിയാണ്. നിങ്ങൾക്ക് ബേസിക് പേ കിട്ടും, അതിൻ്റെ കൂടെ ഡിയർനെസ് അലവൻസ് ഉണ്ട്, അത് എല്ലാ വർഷവും 2 തവണ റിവൈസ്ഡ് ആകും. ഹൗസ് റെൻറ്റ് അലവൻസ് ഉണ്ടാകും, മെഡിക്കൽ ബെനിഫിറ്റ്സ് ഉണ്ടാകും, ട്രാവൽ ബെനിഫിറ്റ്സ് ഉണ്ടാകും, ഹോളിഡേ ബോണസുകൾ എക്സ്ട്രാ ഉണ്ടാകും. അങ്ങനെ ഒരുപാട്
എക്സ്ട്രാ ആയിട്ടുള്ള അലവൻസുകളും ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് സാലറി കുറവാണ് എന്നുള്ള കാര്യം. സോ അത് ഓരോ ജോലികളനുസരിച്ചിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ ചില എക്സാംസും ചില ജോലികളും നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രൈവറ്റ് സെക്ടറിൽ പോസ്റ്റ് ഗ്രാജുവേഷനും, അതായത് കൂടുതലും MBA ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾ കയറി കഴിയുമ്പോൾ കിട്ടുന്ന സ്റ്റാർട്ടിംഗ് സാലറി തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൽ വരുന്ന ഒരുപാട് ജോലികൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിനേക്കാളൊക്കെ ഉപരി നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നൊരു കാര്യം ഡെഫിനറ്റ്ലി നമ്മുടെ സൊസൈറ്റിയിൽ കിട്ടുന്ന റെസ്പെക്റ്റ് തന്നെയാണ് അല്ലേ. സോ വളരെ ഉയർന്ന റെസ്പെക്റ്റ് ലഭിക്കുന്ന ജോലികൾ തന്നെയാണ് ഇതിൽ വരുന്നത്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ പോസ്റ്റുകളിലും, അതിപ്പോൾ എല്ലാത്തിലും അങ്ങനെയാണ് എന്ന് ഞാൻ പറയുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പോലീസ് ഫോഴ്സിലേക്കുള്ള പോസ്റ്റുകളിലൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ദൂര സ്ഥലത്തായിരിക്കും നിങ്ങളുടെ ഡിപ്ലോയ്മെൻറ്റ് വരുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യേണ്ടി വരും. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ജോബ്സ്, ഒട്ടുമിക്ക ജോലികളിലും നിങ്ങൾക്ക് വർക്ക് ലൈഫ് ബാലൻസ് ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്ന ജോലികളാണ്. അപ്പോൾ അത് പല ടൈപ്പ് പ്രൊഫൈലുകളുണ്ട്, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള റിവ്യൂസോ അല്ലെങ്കിൽ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊമോഷൻസ് അല്ല വരുന്നത്. നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടാണ് പ്രൊമോഷൻസ് വരുന്നത്. സോ സ്റ്റഡി ആയിട്ടുള്ളൊരു പ്രൊമോഷൻ ലാഡറും ഓഫർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ജോലികളാണിത്. ഓക്കെ, ഇതിൻ്റെയൊക്കെ നല്ല വശങ്ങളാണ്. ഇത് നമുക്കറിയാം. ഒരുവിധം ആൾക്കാർക്കൊക്കെ സെൻട്രൽ ഗവൺമെൻറ് ജോബ്സിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നതിൻ്റെ റീസൺ തന്നെ ഇതായിരിക്കും. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്നറിയാമോ? ഇത് നിങ്ങളുടെ മാത്രം ആഗ്രഹമല്ല. നിങ്ങളെപ്പോലെ ഇന്ത്യയിലുള്ള ഒരുപാട് യുവാക്കളുടെ സ്വപ്നമാണ് സെൻട്രൽ ഗവൺമെൻറ് ജോബ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ കോമ്പറ്റീഷൻ ഡെഫിനറ്റ്ലി വളരെ വളരെ ഹൈ തന്നെയാണ്. പണ്ട് ഇത്രയും പേർക്ക് ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു. ഇപ്പോഴും ഒത്തിരി അവയർനെസ് ആയിട്ടില്ല. ബട്ട് സ്റ്റിൽ പണ്ടത്തേനേക്കാളും നമ്മൾ സോഷ്യൽ മീഡിയേൻ്റെ ഒക്കെ ആ ഒരു എവല്യൂഷൻ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പേർക്ക് ഈ എക്സാംസിനെ പറ്റി അവയർനെസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. മിടുക്കന്മാരായിട്ടുള്ളവർക്ക് ജോലി കൊണ്ടുപോകാനും പറ്റും. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇനിയും ഡിലേ ചെയ്യരുത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒറ്റ ദിവസം കൊണ്ട് ഇത് മുഴുവൻ നമുക്ക് ചെയ്യാൻ പറ്റത്തെ ഒരു ഓൺ ആൻഡ് ഓഫ് ബട്ടൺ ഒന്നുമല്ല. നമ്മുടെ ഗ്രാജുവൽ ആയിട്ടുള്ള കൺസിസ്റ്റൻസിനേക്കാളും കൂടുതൽ പറയാൻ പറ്റിയ ഒരു വേർഡ് ഡിസിപ്ലിൻ ആയിരിക്കും. സോ നിങ്ങളുടെ IQ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ഒന്നും അല്ല നിങ്ങളുടെ ജോലി കിട്ടുന്ന കാര്യം ഡിറ്റർമൈൻ ചെയ്യുന്നത്. പ്യോർലി നിങ്ങളുടെ ഡിസിപ്ലിനാണ്. ഓക്കെ, സോ നല്ല ഡിസിപ്ലിൻ ആയിട്ട്, എന്താ വെച്ചാൽ ഡിസിപ്ലിൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മോട്ടിവേറ്റഡ് അല്ലാത്ത സമയത്ത് പോലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റണം. എല്ലാ ദിവസവും ചിലപ്പോൾ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ ഒരാളുണ്ടാവണം എന്നില്ല. ചില ദിവസം നമ്മൾ ഡൗൺ ആയിരിക്കും. ബട്ട് സ്റ്റിൽ അങ്ങനെ വരുന്ന സമയത്ത് പോലും നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ അതിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നമുക്ക് പറ്റണം. ഇതിനെയാണ് നമ്മൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡിസിപ്ലിൻ്റെ കൂടെ റൈറ്റ് സ്ട്രാറ്റജിയും കൂടി ഉണ്ടെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾക്കും അച്ചീവബിൾ ആയിട്ടുള്ള ഒരു ഗോളാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ആർക്കൊക്കെയാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ആയിട്ടുള്ളതെന്നാണ്. സോ അപ്പോൾ നമുക്കറിയാം സെൻട്രൽ ഗവൺമെൻറ് ജോബ്സിൽ തന്നെ ഡിഗ്രി ബേസ്ഡ് ജോലികളുണ്ട്, +2 ബേസ്ഡ് ഉണ്ട്, 10th ബേസ്ഡ് ഉണ്ട്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഡിഗ്രി കഴിഞ്ഞവർക്കുള്ള ജോലികളാണ് ഞാൻ പറയാൻ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ആർക്കൊക്കെയാണ് ഇതിന് എലിജിബിലിറ്റി എന്ന് ചോദിച്ചാൽ മെയിനായിട്ടും ഡിഗ്രി കഴിഞ്ഞവർക്കും, അത് ചില എക്സാംസിൽ ഡിഗ്രി ഫൈനൽ ഇയറിലുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ളവരും ഇത് കേൾക്കുക. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാംസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡിഗ്രിക്ക് ശേഷം ഇനി പഠിക്കണോ, ജോലിക്ക് പോകണോ, ഏതെങ്കിലും കോഴ്സ് എടുക്കണോ എന്നുള്ള ഡൗട്ട് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവൻ കാണണം. കാരണം ഇത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല ഒരു ആൻസർ കിട്ടും. നിങ്ങളുടെ ആൻസറിലേക്ക് പോകാനുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള സ്ട്രാറ്റജിയും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇതിനെപ്പറ്റി ഓൾറെഡി കേട്ടിട്ടുണ്ടാകും. അപ്പോൾ എന്നാൽ ഞാൻ ഇനി പഠിച്ച് തുടങ്ങാമെന്ന് പറയും. പക്ഷേ പഠിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, സെൻട്രൽ ഗവൺമെൻറ് ജോബ്സ് എന്ന് പറഞ്ഞു. എല്ലാ സെൻട്രൽ ഗവൺമെൻറ് ജോബുകളും ഒരുപോലെയല്ല, എല്ലാത്തിൻ്റെയും പ്രിപ്പറേഷനും ഒരുപോലെയല്ല, എല്ലാത്തിൻ്റെയും ജോബ് പ്രൊഫൈലും ഒരുപോലെയല്ല. സോ ഇത് നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു കേട്ടറിവ് വെച്ചിട്ട് നേരെ ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോബ് എന്ന് പറയുന്നതിലേക്ക് ചാടി കയറുന്നതിനേക്കാളും നല്ലത് എന്തൊക്കെയാണ് ഈ ടൈപ്പ് ഓഫ് എക്സാമുകൾ, ഇവിടെ നിന്നും എനിക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് എന്തൊക്കെയാണ്, ഇതിൽ നിന്ന് ഈ ടൈപ്പ് ഓഫ് ജോലിയാണ് എൻ്റെ ലൈഫിന് പ്രിഫറബിൾ ആയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് ഒരു കൃത്യമായ ഡിറക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ പലരും ഗവൺമെൻറ് എക്സാമിന് പഠിക്കാമെന്ന് പറയും. സോ മേ ബി SSCയുടെ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ SSCക്ക് പഠിക്കും, RRBയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിന് വേണ്ടി പഠിക്കും, ബാങ്കിങ്ങിൻ്റെ PO നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിന് വേണ്ടി പഠിക്കും. നിങ്ങൾക്കിത് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും. അതെങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞു തരാം. പക്ഷേ ജസ്റ്റ് റാൻഡമായിട്ട് അവിടെ ഈ എക്സാമിൽ നിന്ന് അടുത്ത എക്സാമിലേക്ക് അങ്ങനെ ജമ്പ് ചെയ്തുകൊണ്ട് പഠിച്ചതും കൊണ്ട് ആർക്കും പ്രത്യേകിച്ചൊരു നേട്ടവും ഉണ്ടാവാൻ പോകുന്നില്ല എന്നതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. നിങ്ങൾ എക്സ്ട്രാ ഓർഡിനറി ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമായിരിക്കും. ബട്ട് സ്റ്റിൽ നമുക്കൊരു കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരിക്കണം. ആ പ്ലാൻ നമ്മൾ
പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്താൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഗോളിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ പോകുന്ന സ്റ്റെപ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സാം ഏതാണ് എന്ന് നിങ്ങൾ ആദ്യം ചൂസ് ചെയ്യാം. നിങ്ങൾ ഒരാളാണ്, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സെൻട്രൽ ഗവൺമെൻറ് ജോബ്സിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. പക്ഷേ നിങ്ങൾ അതിൽ ചൂസ് ചെയ്യാൻ പോകുന്നത് ഒരു റോളായിരിക്കും അല്ലേ. ഇന്ന് നിങ്ങൾ ബാങ്കിലെ PO മാനേജറായിട്ട് അടുത്ത ദിവസം നിങ്ങൾ എക്സൈസിലെ ഇൻസ്പെക്ടർ ആകാൻ നിങ്ങൾക്ക് പോസിബിൾ അല്ല. സോ നിങ്ങളുടെ ഒരു നേച്ചറിനും നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് ലിവിങ് സെറ്റപ്പിനും ഏതാണ് പ്രോപ്പർ ആയിട്ടുള്ളതെന്ന് നിങ്ങൾ ആദ്യം ആലോചിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളൊരു മാരീഡ് ആയിട്ടുള്ള വിമൻ ആണ് എന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് ചിലപ്പം വീട്ടിൽ കാര്യങ്ങളും കൂടെ മാനേജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഞാൻ ജസ്റ്റ് പറയുകയാണ്, ഇഫ് ദാറ്റ് ഈസ് യുവർ സിറ്റുവേഷൻ, അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നത് രാവിലെ ഓഫീസിലേക്ക് പോയി വൈകുന്നേരം തിരിച്ചു വരുന്ന മൺഡേ ടു സാറ്റർഡേ അല്ലെങ്കിൽ മൺഡേ ടു ഫ്രൈഡേ ഒരു ടിപ്പിക്കൽ ക്ലറിക്കൽ ആയിട്ടുള്ള റോളായിരിക്കും. അപ്പോൾ ഞാനൊരു പക്ഷേ നിങ്ങളോട് CPO എന്ന് പറയുന്ന സെൻട്രൽ പോലീസ് ഓർഗനൈസേഷനിലെ SI റോള് നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ നിങ്ങൾക്ക് വാലിഡ് ആയിരിക്കില്ല അല്ലേ. സോ ഇതാണ് ഞാൻ പറയണത്, നിങ്ങളുടെ പ്രൊഫൈൽ ഏതാണോ അല്ലെങ്കിൽ നിങ്ങൾ കറണ്ട് ലിവിങ് സിറ്റുവേഷൻ ഏതാണോ അത് ബേസ്ഡ് ആയിട്ട് വേണം നിങ്ങളുടെ പ്രൊഫൈൽ ചൂസ് ചെയ്യാൻ. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ഓവറോൾ ഐഡിയ പറയാം. ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞവർക്ക് 3 പ്രധാനപ്പെട്ട സെൻട്രൽ ഗവൺമെൻറ് ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്. അതിലൊന്ന് SSC ആണ്. SSC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരള PSC അറിയാമായിരിക്കുമല്ലോ. കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷനാണ് കേരള PSC. അപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് ഓഫീസുകളിലേക്കുള്ള സ്റ്റാഫുകളെയൊക്കെ റിക്രൂട്ട് ചെയ്യുന്നത് കേരള PSCയിലൂടെയാണ്. അതേപോലെ സെൻട്രലിൻ്റെ കീഴിൽ വരുന്ന, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന, ഫോർ എക്സാമ്പിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പാസ്പോർട്ട് ഓഫീസുകൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ GSTൻ്റെ ഓഫീസൊക്കെ കേരളത്തിലെ മിക്ക ടൗണുകളിലും ഉണ്ട്, അല്ലെങ്കിൽ എക്സൈസ് ഓഫീസ് കണ്ടിട്ടുണ്ടാകും, കസ്റ്റംസിൻ്റെ ഓഫീസ് ഉണ്ടാകും, അങ്ങനെ ഒരുപാട് മറ്റ് ഓഫീസുകളും ഉണ്ട് അല്ലേ. അപ്പോൾ ഇതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഓഫീസുകളിലെ സ്റ്റാഫുകളെയാണ് SSC എന്ന ഈ ഒരു സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്ന കമ്മീഷൻ റിക്രൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ SSCയിൽ തന്നെ പല തരത്തിലുള്ള ജോലികൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇൻസ്പെക്ടർ പോസ്റ്റുകൾ വരുന്നുണ്ട്, പിന്നെ ടാക്സ് ഒക്കെ ഓഡിറ്റ് ചെയ്യുന്ന ഓഫീസർ പോസ്റ്റുകൾ വരുന്നുണ്ട്, അതേസമയം ക്ലറിക്കൽ ആയിട്ടുള്ള പോസ്റ്റുകൾ വരുന്നുണ്ട്. ഇനി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഓഫീസിൽ ഓഫീസ് ബോയ് ആയിട്ട് ഒരു ഫയൽസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഓഫീസിൻ്റെ അറ്റൻഡൻറ്റ് പോലത്തെ ജോലികളും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന പല ലെവലിലേക്കുള്ള ജോലികളിലേക്ക് പല എഡ്യൂക്കേഷണൽ എലിജിബിലിറ്റി ഉള്ളവരെയാണ് സെലക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ 10th ലെവൽക്ക് ഉള്ള ആൾക്കാർക്ക് എഴുതാൻ പറ്റിയ എക്സാമാണ് SSCയുടെ MTS എക്സാം. 12th ലെവലിലുള്ളവർക്ക് HSL എന്ന് പറയുന്ന മറ്റൊരു എക്സാം ഉണ്ട്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഡിഗ്രി ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസിനെ പറ്റിയിട്ടാണ്. സോ ഡിഗ്രി ബേസ്ഡ് ആയിട്ട് SSCയിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു എക്സാമിനേഷനാണ് SSCയുടെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ CGL എക്സാമിനേഷൻ. ഓക്കെ, അപ്പോൾ ഈ എക്സാമിലൂടെയാണ് നമ്മൾ കാണുന്ന ഒരുപാട് നല്ല പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് നടക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പം എയർപോർട്ടിൽ പോയി അവിടെ നിങ്ങൾ കസ്റ്റംസ് ഓഫീസേഴ്സിനെ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇനി അതല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മൂവീസിലൊക്കെ കാണാറുണ്ട്, CBIയിലെ സബ് ഇൻസ്പെക്ടർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണാറുണ്ട്. സോ ഇത്തരത്തിലുള്ള ഹൈ ഫീൽഡ് ഡ്യൂട്ടി വരുന്ന ടൈപ്പ് ഓഫ് പോസ്റ്റുകളും, അതേസമയം നിങ്ങളിപ്പോൾ ഒരു സെക്രട്ടേറിയറ്റ് ഓഫീസിലേക്ക് പോയി, അല്ലെങ്കിൽ വേണ്ട മിനിസ്ട്രി ഓഫ് പോസ്റ്റിൻ്റെ കീഴിലൊക്കെ നമ്മൾ ചില സെക്ഷൻ ഓഫീസേഴ്സിനെ കാണാൻ പറ്റും അല്ലേ. അതായത് ഇങ്ങനെ അവർ ഒരുപാട് കമ്പ്യൂട്ടർ സിസ്റ്റംസിന് മുമ്പിലിരുന്ന് ടൈപ്പിംഗ് കൂടുതലായിട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ജോലികൾ ചെയ്യുന്ന സെക്ഷൻ ഓഫീസേഴ്സ് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസേഴ്സിനെ കാണാൻ പറ്റും. അങ്ങനെയുള്ളത് പ്യുവർലി ക്ലറിക്കലായിട്ട് വരുന്ന ജോലിയാണ്. ഇനി ചില ജോലികൾക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ മിക്സ് ആയിട്ട് വരും. അപ്പോൾ ഇതുപോലെ വരുന്ന 36 വ്യത്യസ്തമായിട്ടുള്ള ഹൈ പേയിങ് പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് SSCയുടെ CGL എക്സാമിലൂടെ നടക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ബാങ്കിങ്ങിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ബാങ്കിങ്ങിൽ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തെ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് POകളെയാണ്, എന്ന് വെച്ചാൽ പ്രൊബേഷണറി ഓഫീസേഴ്സിനെയാണ്. ഈ പ്രൊബേഷണറി ഓഫീസേഴ്സ്, ഓക്കെ, അതിനു മുമ്പ് ബാങ്കിങ് എന്താണ് എന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് പറയാം. നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ ബാങ്കിങ്ങിൻ്റെ നിങ്ങൾ ഏത് എക്സാം നോക്കിയിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നത് IBPS അല്ലെങ്കിൽ SBI എന്നായിരിക്കും അല്ലേ. IBPS PO, അതിനുശേഷം SBI PO. ഇതാണ് നിങ്ങളെല്ലാവരും ഒരുപക്ഷെ സ്ഥിരമായിട്ട് കാണാനുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ
IBPS POയും SBI POയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സോ ഇത് ബേസിക്കലി നമ്മൾ IBPS എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ, ഇതാണ് അതിൻ്റെ ഫുൾ ഫോം. ഇതിൻ്റെ കീഴിൽ ഒരുപാട് പബ്ലിക് സെക്ടർ ബാങ്കുകൾ വരുന്നുണ്ട്. അപ്പം അതിൽ തന്നെ പെടുന്ന ഒരു ബാങ്കാണ് SBI എന്ന് പറയുന്നത്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതുപോലെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ബാങ്ക് ഓഫ് ബറോഡ, അങ്ങനെ ഒരുപാട് വേറെ ബാങ്കുകളും വരുന്നുണ്ട്. ഓൾമോസ്റ്റ് 12 ബാങ്ക്സ് ആണ് IBPSൻ്റെ കീഴിൽ വരുന്നത്. അപ്പോൾ ഇതിൽ SBIക്ക് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ നമ്പർ 1 ബാങ്കാണ്. അതുകൊണ്ട് തന്നെ SBIയുടെ സെലക്ഷൻ പ്രോസസ്സ് ഡിഫറെൻ്റ് ആണ്. പക്ഷേ SBIയും IBPSൻ്റെ കീഴിൽ തന്നെയാണ് വരുന്നതെങ്കിലും സെലക്ഷൻ പ്രോസസ്സ് മറ്റൊരു എക്സാമിനേഷനായിട്ട് നടത്തുന്നു. ബാക്കി 11 ബാങ്കുകളിലേക്കുമുള്ള സെലക്ഷൻ പ്രോസസ്സ് IBPS സ്വന്തം നടത്തുന്നു. അപ്പോൾ IBPSലും PO വരുന്നുണ്ട്, SBIയിലും PO വരുന്നുണ്ട്. IBPSലും ക്ലർക്ക് ഉണ്ട്, SBIയിലും ക്ലർക്ക് വരുന്നുണ്ട്. ക്ലിയർ ആയാലും എല്ലാവർക്കും? രണ്ടും ഒരേ റോളുകൾ തന്നെയാണ്. പക്ഷേ SBI കുറച്ചും കൂടെ മറ്റ് ബാങ്ക്സിനേക്കാളും വലുതായത് കാരണം SBI സിംഗിളായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു എക്സാം നടത്തുന്നു. IBPS മറ്റുള്ള എല്ലാ ബാങ്ക്സിലേക്കും കൂടെ ഒരുമിച്ച് എക്സാം നടത്തുന്നു. ഇതാണ് അതിൽ വരുന്ന വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഈ ബാങ്കിങ്ങിൽ പ്രധാനമായിട്ടും വരുന്നത് ക്ലറിക്കൽ പോസ്റ്റുകൾ, അതായത് IBPS അല്ലെങ്കിൽ SBI ക്ലർക്ക് വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് PO പോസ്റ്റുകളാണ്. ക്ലർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ബാങ്കിലൊക്കെ പോകുമ്പോൾ നമ്മളുമായിട്ട് സംസാരിക്കുന്ന ടൈപ്പ് ഓഫ് ഓഫീസേഴ്സ്. അതായത് ഇപ്പോൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്യണം, ഒരു RTGS ചെയ്യണം, അല്ലെങ്കിൽ NEFT ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, DD എടുക്കണം, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒക്കെ മാനേജ് ചെയ്യുന്നത് ക്ലർക്കാണ്. അതേസമയം ഒരു ബാങ്കിൻ്റെ ടാർഗറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഹൈ പ്രൊഫൈൽ കസ്റ്റമേഴ്സിനെ മീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അത്തരത്തിലുള്ള ബിസിനസ് റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്യുന്നത് ബാങ്കിലെ PO ആണ്, പ്രൊബേഷണറി ഓഫീസറാണ്. നിങ്ങൾ കയറി കഴിഞ്ഞ് 2 വർഷത്തേക്ക് പ്രൊബേഷൻ ആയിരിക്കും. അതിനുശേഷമാണ് അവിടെ അസിസ്റ്റൻറ്റ് മാനേജർ എന്ന് പറഞ്ഞ് ചെയർമാൻ വരെയുള്ള പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, PO ആവുന്ന എല്ലാവരും ചെയർമാൻ ആവും എന്നല്ല പറയണത്, അവിടം വരെ എത്താൻ നിങ്ങൾക്ക് അവിടെ സ്കോപ്പ് ഉണ്ട്. ക്ലിയർ? അപ്പോൾ ക്ലർക്കും വരുന്നുണ്ട്, POയും വരുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് വരുന്ന ഒന്നാണ് സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം അത് നിങ്ങൾ പഠിച്ച കാര്യത്തിൽ തന്നെ, ഇപ്പം നിങ്ങൾ MBA കഴിഞ്ഞ ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹ്യൂമൻ റിസോഴ്സസിലേക്കാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ അതിലും എലിജിബിലിറ്റി ബേസ്ഡ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. നിങ്ങൾക്ക് HR സ്പെഷ്യൽ ഓഫീസർ ആകാം, അല്ലെങ്കിൽ അഗ്രികൾച്ചർ സ്പെഷ്യൽ ഓഫീസർ ആകാം, അങ്ങനെയുള്ള പോസിബിലിറ്റീസ് വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ റെയിൽവേസിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഡിഗ്രി ബേസ്ഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും റെയിൽവേയിൽ 10th ലെവൽ എക്സാമും 12th ലെവൽ എക്സാമും ഡിഗ്രി ലെവൽ എക്സാമും SSCയിൽ പോലെ തന്നെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ 10th ഉം 12th ഉം ലെവൽ എക്സാം, 10th ലെവൽ എക്സാം എന്ന് പറഞ്ഞാൽ എൻട്രി ലെവൽ ജോബുകളായിരിക്കും. അതായത് കൂടുതലും ഒരു ടെക്നീഷ്യൻ പോലെയുള്ള ജോബുകളായിരിക്കും ഉണ്ടാവുക. ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ, ഗേറ്റ് കീപ്പ് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയുള്ളവരെയാണ് 10th ലെവലിൽ വരുന്നത്. അതിനുശേഷം 12th-ലും ഡിഗ്രി ലെവലിലും വരുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഹൈ പേയിങ് ആയിട്ടുള്ള ജോബുകളാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. സ്റ്റേഷൻ മാസ്റ്റേഴ്സിന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ജോലികളൊക്കെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് RRBയുടെ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് അല്ലെങ്കിൽ NTPC എന്ന് പറയുന്ന എക്സാമിൽ കൂടെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ഡിഗ്രി കഴിഞ്ഞവർക്കുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ഞാൻ ഇതിനെ ഒരു മൊത്തത്തിലൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിൻ്റെ കീഴിൽ ഒരുപാട് പോസ്റ്റുകൾ വേറെയും വരുന്നുണ്ട്. അതിലേക്ക് വരുന്ന ജോബ് പ്രൊഫൈലുകളും വേറെയാണ്. സോ നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾക്ക് റെയിൽവേസ് ആണ് താല്പര്യം, റെയിൽവേസിലുള്ള എല്ലാ ക്ലറിക്കൽ പോസ്റ്റുകളും ഏതാണ്, അങ്ങനത്തെ ഒരു വീഡിയോ വേണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചിട്ട് വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഓവറോൾ ആയിട്ട് പറയുന്നേ ഉള്ളൂ. ഇത്രയും മൾട്ടിപ്പിൾ ഒരു 19 പോസ്റ്റുകൾ ഉണ്ടാവും. ഒറ്റയടിക്ക് നമുക്ക് ഓരോന്നും ജോബ് പ്രൊഫൈലായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വയർമെൻറ്റ് സ്പെസിഫിക് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു ദ വീഡിയോ. സോ ഇങ്ങനെയാണ് 3 പ്രധാനപ്പെട്ട എക്സാംസ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇനി അടുത്ത നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇത് 3ഉം നിങ്ങൾക്കിപ്പോൾ ഒരു ഓവറോൾ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെറുതായിട്ടെങ്കിലും സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇതാണ് എനിക്ക് ചെയ്യാനുള്ളത് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അതിനെ നിങ്ങളുടെ പ്രൈമറി ഫോക്കസ് ആയിട്ട് വെക്കുക. ആൻഡ് അണ്ടർസ്റ്റാൻഡ്, ഈ 3 എക്സാമിനും നിങ്ങൾക്ക് ആക്ച്വലി ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പക്ഷേ പ്രൈമറി ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഒരു എക്സാമിനായിരിക്കണം. 3നും നിങ്ങൾ ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പം അത്ര എഫിഷ്യൻ്റ് ആവാൻ ചാൻസ് ഇല്ല. നിങ്ങൾക്ക് പ്രൈമറി ആയിട്ട് ഒരെണ്ണം വെക്കുക. അതിൻ്റെ താഴേക്ക് വരുന്ന എക്സാംസിന് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഈ 3 എക്സാംസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ 3 എണ്ണത്തിലും ജനറൽ ആയിട്ട് വരുന്നത് ഈ 4 ടോപ്പിക്കുകളാണ്. ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, റീസണിംഗ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്. ബാങ്കിങ്ങിലേക്ക് വരുമ്പോൾ ബാങ്കിങ് അവയർനെസ് കൂടി വരും. അല്ലെങ്കിൽ
SSCയുടെ ചില എക്സാംസിലേക്ക് വരുമ്പോൾ കമ്പ്യൂട്ടർ അവയർനെസ് കൂടി വരും. എന്നാൽ റെയിൽവേയുടെ എക്സാമിലേക്ക് വരുമ്പം അവിടെ ഇംഗ്ലീഷ് വരുന്നുമില്ല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുറച്ച് ഡിഫറൻസുകൾ വരുന്നുണ്ട്. പക്ഷേ ഈ 3 എക്സാംസിൻ്റെയും കോർ സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ഇത് 4 ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സാംസ് ഏതൊക്കെയാണെന്ന് ഏകദേശം മനസ്സിലായി, ജോബ് പ്രൊഫൈൽ എന്താണെന്നൊരു ചെറിയ ഐഡിയ കിട്ടി, നമുക്ക് ഏകദേശം ഒരു എക്സാമിൻ്റെ കാര്യവും മനസ്സിലായി. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളിപ്പോൾ ഡിഗ്രി കഴിഞ്ഞ ആളാണ്, അപ്പോൾ നിങ്ങൾ ഏത് ലെവലുള്ള സ്റ്റുഡൻ്റ് ആണ് എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ നിങ്ങൾ 10th വരെ അല്ലെങ്കിൽ 12th വരെ ടോപ്പർ ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരിക്കാം. അങ്ങനെ ഏത് കാറ്റഗറിയിൽ പെട്ട ആളാണ് നിങ്ങളെങ്കിലും നിങ്ങൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ബേസിക്സ് ആണ്. സോ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ബേസിക്സിൻ്റെ ലെവൽ എന്താണ്, നല്ല സ്ട്രോങ് ആണോ, അല്ലെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യണം. ഇനി ടോപ്പർ ആയിട്ടുള്ള സ്റ്റുഡൻസും എക്സ്ട്രാ ബ്രില്യൻ്റ് ആയിട്ട് പഠിച്ചിറങ്ങിയ കുട്ടികളും ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ബേസിക്സ് പഠിച്ചത് ഓർമ്മയുണ്ടോ? എക്സാമിൻ്റെ തലേദിവസമാണ് നിങ്ങൾ പഠിച്ചിരുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. സോ അത് വീണ്ടും ബ്രഷപ്പ് ചെയ്തെടുക്കുക. ക്ലിയർ? അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കുക. സോ മാത്സും റീസണിങ്ങും നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആയിട്ട് തന്നെ വെക്കുക. കാരണം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ എക്സാംസിലും ഇത് കോമൺ ആയിട്ട് വരുന്നുണ്ട്. മാത്സും റീസണിങ്ങും ഇല്ലാതെ ഒരു സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിൻ്റെയും വരുന്നില്ല. ഇംഗ്ലീഷ് ചിലതിലില്ല, അല്ലെങ്കിൽ ജനറൽ അവയർനെസ് ചിലതിലില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ രണ്ടിലും നിങ്ങൾ എക്സ്ട്രാ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങളുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിട്ട് വെക്കുക. ക്ലിയർ ആയല്ലോ? അതിനുശേഷം മാത്രം നിങ്ങളുടെ ഫർദർ ആയിട്ടുള്ള സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോകുക. എന്ന് വെച്ചാൽ ഫൗണ്ടേഷനിൽ വേണം നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ബിൽഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഇത് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എപ്പോഴും ഒരു പ്ലാൻ ബേസ്ഡ് ആയിട്ടായിരിക്കണം. അപ്പോൾ ഞാനത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. പ്ലാൻ എപ്പോഴും പ്രാക്ടിക്കൽ ആയിരിക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് മാത്രമാണ് നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള പ്ലാൻ. ഞാനിപ്പം വിചാരിക്കുകയാണ് അടുത്ത 3 months കൊണ്ട് ഞാനിത് കംപ്ലീറ്റ് ചെയ്യും. അതൊരു വേഗ് പ്ലാനാണ്, അത് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. സോ എൻ്റെ സജഷൻ പേഴ്സണലി ഞാൻ പറയുകയാണ്, എൻ്റെ ലൈഫിൽ ഞാൻ ആക്ച്വലി ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇഫ് യു ആർ പ്ലാനിങ് ഓൺ സംതിങ്, മേ ബി ഇഫ് പോസിബിൾ അവർ ബൈ അവർ ആയിട്ടെങ്കിലും നിങ്ങൾക്കതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റണം. നിങ്ങൾ വീടുണ്ടാക്കുന്ന കണ്ടിട്ടില്ലേ? ഓരോ ഇഷ്ടികയും വെച്ചിട്ടാണ് നമ്മൾ വീടുണ്ടാക്കുന്നത് അല്ലേ? അല്ലാതെ ജസ്റ്റ് ഒരു വീട് വെക്കണം എന്ന് പറഞ്ഞ ഒരു വേഗ് ഐഡിയയിൽ ആർക്കും വീട് വെക്കാൻ പറ്റില്ല. നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്യും? നമ്മൾ അതിൻ്റെ ഓരോ റൂമും എന്താണെന്ന് പ്ലാൻ ചെയ്യും, പെയിൻറ്റിൻ്റെ കളർ പ്ലാൻ ചെയ്യും, കബേർഡ് എവിടെ വരണമെന്ന് പ്ലാൻ ചെയ്യും, കബേർഡിൻ്റെ മെറ്റീരിയൽ എന്താണെന്ന് പ്ലാൻ ചെയ്യും. സോ അതേപോലെ തന്നെ നിങ്ങളൊരു 3 months കൊണ്ട് ഞാനിത് പഠിക്കും എന്ന ഒരു ഐഡിയ അല്ലാതെ, അങ്ങനെ 3 months കൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 1 month ഞാൻ എത്ര കംപ്ലീറ്റ് ചെയ്യണം? 1 month ഇത് ചെയ്യണമെങ്കിൽ 1 week ഞാൻ എന്ത് ചെയ്യണം? 1 week ഇത് ചെയ്യണമെങ്കിൽ 1 day ഞാൻ എന്ത് ചെയ്യണം? 1 day ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും എനിക്കിത് ഫിനിഷ് ചെയ്യണമെങ്കിൽ അടുത്ത അവറിൽ ഞാൻ എന്ത് ചെയ്യണം? സോ അതായത് ഏറ്റവും ബേസിക് ബ്ലോക്ക് വരെ നിങ്ങളൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി വെക്കണം. ഷെഡ്യൂൾ ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്യാനല്ല പറയുന്നത്, പക്ഷേ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവണം. കാരണം എങ്കിൽ മാത്രമാണ് ഈ മണിക്കൂറിൽ ഞാൻ ഇത് പഠിച്ച് തീരേണ്ടതാണ് എന്നൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിലാണ്. അത് പറ്റിയില്ലെങ്കിൽ മറ്റൊരു സ്ലോട്ടിലേക്ക് നിങ്ങൾക്കത് കൊണ്ടുപോകുമ്പം ആ പഠിക്കേണ്ട കാര്യം എക്സ്ട്രാ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഐഡിയ ഇല്ലാതെ പഠിച്ചു കഴിഞ്ഞാൽ നാളെ പഠിക്കാമല്ലോ, അടുത്ത ആഴ്ച ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മളതിനെ പുഷ് ചെയ്ത് കൊണ്ടുപോകും. ഓക്കെ, സോ എൻ്റെ പേഴ്സണൽ സജഷൻ ഇതാണ്, ബൈ ബ്ലോക്ക്, അതായത് ഏറ്റവും ബേസിക് ബ്ലോക്ക് വരെ നിങ്ങളിത് കൊണ്ടുപോകണം. ക്ലിയർ ആയാലോ എല്ലാവർക്കും? ഇവിടെ ഞാനൊരു ഓവറോൾ ടൈം വെച്ചു എന്നേ ഉള്ളൂ. 2 hours ക്വാണ്ട്, 2 hours റീസണിങ്, 1 hour ഇംഗ്ലീഷ്, 1 hour ജനറൽ അവയർനെസ് എന്നൊക്കെ. ഇത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ മാത്സിൽ പുലിയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 2 hours ക്വാണ്ട് വേണ്ടി വരില്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് റീസണിങ് ആണ്, റീസണിങ് ബുദ്ധിമുട്ടാവില്ല. ഫോർ എക്സാമ്പിൾ ജനറൽ അവയർനെസ് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ കൂടുതൽ എഫേർട്ട് ഇടേണ്ടി വരും. സോ ആ രീതിയിൽ നിങ്ങളുടെ പ്ലാൻ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ക്ലിയർ ആയല്ലോ? സോ പ്രാക്ടിക്കൽ ആയിട്ടുള്ള നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന അച്ചീവബിൾ ആയിട്ടുള്ളൊരു പ്ലാനിൽ വേണം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ്. നിങ്ങൾ മോട്ടിവേഷന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. മോട്ടിവേഷൻ നല്ലതാണ്, കേൾക്കാൻ നല്ല രസമാണ്, എന്നും ഒരു മോട്ടിവേഷണൽ വീഡിയോ കണ്ട് സ്റ്റാർട്ട് ചെയ്യണതൊക്കെ നല്ലതാണ്. പക്ഷേ മോട്ടിവേഷൻ നിങ്ങൾക്ക് സ്പൈക്കുകളെ തരുള്ളൂ. എന്ന് വെച്ചാൽ ഓക്കെ, ഇന്ന് ഞാനൊരു നല്ല അടിപൊളി മോട്ടിവേഷണൽ വീഡിയോ കണ്ടു, അതുകൊണ്ട് ഞാനിന്ന് ഫസ്റ്റ് അവർ നന്നായിട്ട് പഠിക്കും. നാളെ അങ്ങനെ ഒരു വീഡിയോ കിട്ടിയില്ലെങ്കിലോ എന്ത് ചെയ്യും? നാളെ നിങ്ങൾ പഠിക്കാതിരിക്കുമോ? സോ മോട്ടിവേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾ കൺസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യണം. സോ എന്ത് വന്നാലും, ഞാൻ നല്ല മൂഡിലാണെങ്കിലും, ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആണെങ്കിലും, ഇറിറ്റേറ്റഡ് ആണെങ്കിലും, ഞാൻ ഈ ദിവസം ഈ സമയം ഇത്ര സമയം വരെ ഇതാണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്ലാൻ വരണം. അത് നിങ്ങൾ ഫോളോ ചെയ്യണം. ഇതിനെയാണ് നമ്മൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ
നിങ്ങളിപ്പോൾ ഡിസിപ്ലിൻഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതും മോട്ടിവേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതും തമ്മിലുള്ള ഡിഫറൻസ് അതാണ്. സോ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, ഞാൻ മോട്ടിവേഷനിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളല്ല. മോട്ടിവേഷൻ യെസ് നല്ലതാണ്, പക്ഷേ ഐ ട്രസ്റ്റ് ഓൺ മൈ ഡിസിപ്ലിൻ. നല്ല ഡിസിപ്ലിൻഡ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സക്സസ് എൻഷുർ ചെയ്യും. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? സോ ഇത്ര മാത്രം ആലോചിക്കുക. ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ സിറ്റുവേഷൻ, നിങ്ങൾ സാഡ് ആയിരിക്കാം, ചിലപ്പോൾ എല്ലാവരുടെയും ക്വസ്റ്റ്യൻ കേട്ട് ഡിപ്രസ്ഡ് ആയിരിക്കാം, എന്ത് വന്നാലും ഇത് ഞാൻ ചെയ്യും എന്നുള്ളൊരു കാര്യം മാത്രം നിങ്ങൾ ഓർത്തിരിക്കും. ക്ലിയർ? അപ്പോൾ ഡിസിപ്ലിനിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യും. ഓക്കെ, ഇനി ഫൈനൽ ഇയേഴ്സിൽ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറയണത്. ഞാൻ പറഞ്ഞു നമുക്ക് SSCയുടെ CGL എക്സാമിലൊക്കെ കഴിഞ്ഞ തവണ ഫൈനൽ ഇയർ സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. ഫസ്റ്റത്തെ തവണ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് എക്സാം എന്താണ് എന്ന് അറിയാൻ വേണ്ടി അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു റഫ് അറ്റംപ്റ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയർ തൊട്ട്, ഡിഗ്രി കഴിയുമ്പോൾ തൊട്ട് നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ നിങ്ങളുടെ കോളേജിൻ്റെ ഒപ്പം തന്നെ നിങ്ങളിത് കൊണ്ടുപോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോളേജിൻ്റെ സ്റ്റഡീസിന് നിങ്ങളവിടെ ജസ്റ്റ് കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഡിഗ്രി എന്തായാലും വേണം. നിങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയാലും ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് നിങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിലാണ് ജോലി കിട്ടുള്ളൂ. ഓക്കെ, സോ ഡിഗ്രി നിങ്ങൾ എന്തായാലും ക്ലിയർ ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ഇതും നിങ്ങൾക്ക് പാരലായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ പഠിക്കുന്ന ആ ഒരു മൊമെൻറ്റും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരുപാട് ബാഡ് ഹാബിറ്റ്സിൽ നിന്നും നിങ്ങൾക്ക് എസ്കേപ്പ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ഒത്തിരി സോഷ്യൽ മീഡിയ അഡിക്ഷനിലേക്കൊന്നും പോവില്ല, നിങ്ങൾക്ക് അവിടെ ബ്രെയിൻ റോട്ട് നടക്കില്ല. സോ നിങ്ങൾ ജസ്റ്റ് പ്രോപ്പറായിട്ടുള്ളൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫിൽ പോകാനായിട്ട് പറ്റും. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഇനി നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഓവർ മോട്ടിവേറ്റഡ് ആയിട്ട് നിങ്ങളുടെ സമയം കളയരുത്. ഓവർ മോട്ടിവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഇന്ന് ഈ എക്സാമിനെ പറ്റി കേട്ടു, നിങ്ങൾ ചിലപ്പോൾ നാളെ മറ്റന്നാളിരുന്ന് ഫുള്ള് ഗൂഗിളിൽ തപ്പും. അപ്പോൾ നിങ്ങൾക്ക് കുറേ മെറ്റീരിയൽ കിട്ടും, കുറേ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ആകും, നിങ്ങൾക്ക് കുറേ യൂട്യൂബ് വീഡിയോസ് കിട്ടും. അപ്പം ടൂ മച്ച് ഓഫ് ഇൻഫർമേഷൻ കൊണ്ട് നിങ്ങൾ സ്പോയിൽഡ് ആവരുത്. നിങ്ങൾക്ക് സൂട്ട് ചെയ്യുന്നത് എന്താണോ അതിന് നിങ്ങളൊരു ടൈം ലിമിറ്റ് വയ്ക്കുക. ഫോർ എക്സാമ്പിൾ, ആദ്യത്തെ 3 days ഞാൻ മെറ്റീരിയൽ ഹണ്ട് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട യൂട്യൂബ് വീഡിയോസ് ഏതൊക്കെയാണെന്ന് സെർച്ച് ചെയ്യാൻ പോകുന്നത്. സോ ആ ഒരു ടൈം ലൈനിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ എനർജി ആയിട്ട് മാച്ച് ചെയ്യുന്ന വീഡിയോസോ മെറ്റീരിയൽസോ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ നിൽക്കുക. അപ്പോൾ ഇത് വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് സ്വിച്ച് ചെയ്ത് നിങ്ങൾ സമയം കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നിങ്ങൾക്കൊരു നല്ല റിസൾട്ട് കൊണ്ടുതരത്തില്ല. ഓക്കെ, അപ്പോൾ കോൺസെപ്റ്റുകൾ പഠിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ മെറ്റീരിയലൊക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബേസിക് ഫൗണ്ടേഷന് ശേഷം മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, SSCയിലും RRBയിലും ഒക്കെ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ അതേ പാറ്റേണിലാണ്. സോ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ കൂടെ തന്നെ മോക്ക് ടെസ്റ്റുകളും നിങ്ങൾ ചെയ്യാം. മോക്ക് ടെസ്റ്റ് എന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് അറിയാമോ? നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പഠിച്ചു, അത് നിങ്ങൾ അവിടെ പോയി പരീക്ഷിക്കേണ്ടത് എക്സാം ഹാളിലല്ല. എക്സാം ഹാളിൽ നിങ്ങൾ പെർഫോം ചെയ്യാൻ പോവാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇന്ന രീതിയിൽ ടൈം മാനേജ് ചെയ്താലാണ് എനിക്ക് അവിടെ കിട്ടുകയുള്ളൂ എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. അത് മോക്ക് ടെസ്റ്റിലൂടെ മാത്രമാണ് വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ആണെങ്കിലും എന്തൊക്കെയാണ് എക്സാമിൽ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും സക്സീഡ് ആവാത്തത്? അതിൻ്റെ ഒന്നാമത്തെ റീസൺ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും കൺസിസ്റ്റൻസി. നിങ്ങളെല്ലാവരും ജിമ്മിൽ ജോയിൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മളൊരു 3 monthsലേക്ക് മെമ്പർഷിപ്പ് എടുക്കും, ആദ്യത്തെ ഒരാഴ്ച പോവും, ചിലപ്പോൾ 2 ആഴ്ച, പിന്നെ നമ്മൾ നിർത്തും അല്ലേ? അത് തന്നെയാണ് ഒട്ടുമിക്ക സ്റ്റുഡൻസും എല്ലാ എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്ന അതേ ഒരു രീതി. സോ അതിവിടെ വർക്ക് ആവില്ല. നിങ്ങൾ ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ ഫീലിംഗ്, നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആൻഡ് ഡിസിപ്ലിൻഡ് ആണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് റിസൾട്ട് വരുള്ളൂ. ഓക്കെ, ഫിയർ ഓഫ് ഫെയിലിയർ അനദർ റീസൺ ആണ്. പക്ഷേ അതിനേക്കാളും കൂടുതൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് മറ്റുള്ളവരുമായിട്ടുള്ള കമ്പാരിസൺ ആണ് ആൻഡ് ഓവർ തിങ്കിങ്. സോ അതൊക്കെ അവോയ്ഡ് ചെയ്യുക. നിങ്ങളുടെ റൈറ്റ് ട്രാക്കിൽ മാത്രം നിങ്ങൾ സ്റ്റേ ഓൺ ചെയ്യുക. സോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ, അതാണ് ഞാൻ പറയണത്, ഡെയിലി നിങ്ങൾ ഒരു എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുണ്ടാവണം. ഇന്ന മണിക്കൂറിൽ ഇതാണ് ഞാൻ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അച്ചീവ് ചെയ്യുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം. സോ അത് ബേസ്ഡ് ആയിട്ട് നിങ്ങളുടെ പ്രോഗ്രസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ നിങ്ങൾ കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ട് വരും. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ ഇനി ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന എക്സാംസ് ഒക്കെ നടക്കാൻ പോകുന്നത് ഒരു 6 മാസത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ചിലതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ വരും, ചിലതിൻ്റെ വന്നു കഴിഞ്ഞു. അപ്പോൾ അത് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് പറയാം, എല്ലാം കൂടെ ഒരു വീഡിയോയിൽ പറഞ്ഞാൽ ശരിയാവില്ല. സോ 6 months കൊണ്ട് തന്നെ എക്സാംസ് വരും. അപ്പോൾ ഈ 6 months നിങ്ങൾ സ്ട്രോങ് ആയിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ചെയ്യാൻ പറ്റും. ഇത്രയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവിടെ നമുക്ക് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ടാലൻറ്റ് കൊണ്ടോ അല്ല, നിങ്ങളുടെ കൺസിസ്റ്റൻസി ആൻഡ് സ്ട്രാറ്റജി മാത്രമാണ് നിങ്ങളുടെ റിസൾട്ട് ഡിസൈഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ എല്ലാവരും നിങ്ങളെപ്പോലെ
സ്റ്റാർട്ട് ചെയ്യുന്നവരാണ്, ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല ഇത്ര ലാക്സ് ഓഫ് ആപ്ലിക്കൻസ് ഉണ്ട്. ശരിയാണ്, പക്ഷേ എല്ലാവരും പഠിക്കുമോ? സീരിയസ് ആയിട്ട് പഠിക്കുന്ന കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തേക്ക് മാത്രമാണ്. ഓക്കെ, ആൻഡ് ഓൾസോ പ്ലീസ് റിമെമ്പർ, എല്ലാ വർഷവും ഈ SSCയുടെയും റെയിൽവേയുടെയും ബാങ്കിങ്ങിൻ്റെയും ഒക്കെ കാലണ്ടേഴ്സ് ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്താ? എല്ലാ വർഷവും ആൾക്കാർ ക്ലിയർ ചെയ്യുന്നുണ്ട്, എല്ലാ വർഷവും ആൾക്കാർക്ക് ജോലി കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നെക്സ്റ്റ് ഇയറിലേക്ക് വീണ്ടും വേക്കൻസീസ് അവർ ഇറക്കി ഇതുപോലെ എക്സാംസ് നടത്തുന്നത് അല്ലേ. അപ്പോൾ ഇതിനു മുമ്പ് എത്രയോ 1000 ആൾക്കാർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്കും അത് ഡെഫിനറ്റ്ലി ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? നിങ്ങളുടെ എക്സാം ഏതാണ്, പ്രൈമറി എക്സാം ഏതാണ് എന്ന് നിങ്ങൾ ആദ്യം ചൂസ് ചെയ്യുക. ഒരു നല്ല ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ആൻഡ് നാളത്തേക്ക് വെക്കരുത്, ഇന്ന് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മെറ്റീരിയൽ ഹണ്ടിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളുടെ കയ്യിലാണ്. സോ നിങ്ങളൊരു ആക്ഷൻ എടുത്താൽ മാത്രമാണ് അത് നിങ്ങൾക്ക് സേഫായിട്ട് വെക്കാനായിട്ട് പറ്റുള്ളൂ. ഇത്രയും ആലോചിച്ച് ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് ജസ്റ്റ് കണ്ണടച്ചൊന്ന് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ വിചാരിക്കുന്ന എക്സാമിലേക്ക് നിങ്ങളുടെ റിസൾട്ട് വന്നു, നിങ്ങൾ ലാപ്ടോപ്പിൻ്റെ മുമ്പിൽ നോക്കുമ്പോൾ നിങ്ങൾക്കത് ആ എക്സാം ക്ലിയർ ചെയ്തു എന്ന് മനസ്സിലായി, നിങ്ങളുടെ പാരൻസും ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ എന്തൊരു നല്ല പ്രൗഡ് മൊമെൻ്റ് ആയിരിക്കും അല്ലേ. ജസ്റ്റ് അത് മനസ്സിൽ വിചാരിച്ച് ഇന്ന് തന്നെ നിങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ 3 ടൈപ്പ് ഓഫ് എക്സാംസിനും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാനുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ബാച്ചസ് എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്, ലൈവ് ക്ലാസ്സസും സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇതാ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് നമ്മൾ കണക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ വന്നാൽ തീർച്ചയായിട്ടും കോമൻസിലൂടെ നിങ്ങൾക്ക് എഴുതി അറിയിക്കാം. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ ജോബ്സിൽ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും വീഡിയോ വേണമെന്ന് ഡൗട്ട് അങ്ങനെ തോന്നുകയാണെങ്കിൽ അത് കമൻറ്റിൽ ജസ്റ്റ് ഒരു സജഷനായിട്ട് ഇട്ടോളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.